ദിസ് ഇസ് അവർ സെക്കൻഡ് ഡേ ഓഫ് മൂന്നാർ ട്രിപ്പ്. രാവിലെ തന്നെ മലനിരകളും മഞ്ഞും മലകൾക്കിടയിലൂടെ എത്തി നോക്കുന്ന സൂര്യനും ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ് ആയിരുന്നു കേട്ടോ. എഴുന്നേറ്റുടനെ നമ്മളെ റെസ്റ്റോറന്റിൽ വിളിച്ച് 2 ചായ പറഞ്ഞു. ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുന്നാണല്ലോ, നമുക്കൊന്ന് നോക്കാം. ചായ ഓർഡർ ചെയ്ത് വന്നപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞു, കുഞ്ഞാവയ്ക്ക് കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കൊടുക്കണേ, ഈ ഇളം വെയിലൊക്കെ ഒന്ന് കൊള്ളുന്നു. അങ്ങനെ ഇളം വെയിലും കൊണ്ടിരുന്നപ്പോൾ ചായയും വന്നു. ചായയും കുടിച്ച് കുറച്ചും കൂടി ഇളം വെയിൽ കൊണ്ടു. അധികം വൈകാതെ വിശപ്പിന്റെ വിളി വന്നതുകൊണ്ട് ഞങ്ങൾ നേരെ റെസ്റ്റോറന്റിലേക്ക് പോയി. ഫുഡൊക്കെ അവിടെ സെറ്റായിരുന്നു. അങ്ങനെ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിൽ വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ ഉച്ചയായി കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് കഴിക്കണമല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ലഞ്ച് ഓർഡർ ചെയ്തു. ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഷൂട്ട് എടുക്കാനുള്ള പ്ലാനായി. അപ്പോൾ ഇന്ന് നമ്മുടെ ഷൂട്ട് എടുക്കാൻ പോകുന്ന ഫോട്ടോഗ്രാഫർ ജിംബലും ട്രൈപോഡുമാണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അപ്പോൾ ഒരു ഐഡിയ ഇല്ലായിരുന്നു, പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, കിടിലം ഷൂട്ടായിരുന്നു. ഇത് കണ്ടില്ലേ, അങ്ങ് ദൂരെ നമ്മുടെ ക്യാമറയും ട്രൈപോഡും സെറ്റ് ആയിട്ടിരിക്കുന്ന ഈ കിളിക്കൂടിൽ ഫോട്ടോ എടുക്കാൻ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് ശരത്തേട്ടൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യം ശരത്തേട്ടൻ കയറി നിന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് എന്നെ കയറ്റിയത്. പക്ഷെ അത് 2 പേർക്കൊക്കെ സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ സ്പോട്ടാണ്. സേഫ് ആയിട്ട് കിളിക്കൂട്ടിൽ കയറി നിന്നു. നമ്മുടെ ക്യാമറ പണി തുടങ്ങിയിട്ടുണ്ട്. നല്ല കിട്ടില്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടി. അവിടെ നമ്മൾ എടുത്ത ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എന്തായാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഫൈനലി നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു. അപ്പോഴേക്കും തന്നെ ഈവനിങ് ആയിട്ടോ. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ട്രീ ഹൗസ് കാണാനായിട്ട് പോയി. ഇന്ന് മാർച്ച് 28 ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഡേ ആയിട്ട് ഞങ്ങൾ ട്രീ ഹൗസിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ചെന്ന് നോക്കിയപ്പോൾ റൂമിന്റെ അകത്തുകൂടെ തന്നെ ഒരു ട്രീ പോകുന്നു. വളരെ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ഒക്കെയാണ് ട്രീ ഹൗസിന്റെ അകത്ത് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു സ്വിച്ച് ഞെക്കിയാൽ മതി, ഈ കർട്ടൻസ് ഒക്കെ ഓപ്പൺ ആയി നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. എറ്റേണോ, കമേലിയ ആൻഡ് എലറ്റേറിയ എന്ന് പറയുന്ന ഈ റിസോർട്ടിൽ 2 ട്രീ ഹൗസുകളാണ് വരുന്നത്. 2ഉം ലക്ഷറിയസ് ആണ്. ഒരു ട്രീ ഹൗസിൽ ജാക്യൂസി ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുൾ പാക്ക് ചെയ്ത് വുഡൻ ഹൗസിൽ നിന്ന് ട്രീ ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ എത്തിയപ്പോഴേക്കും ഒരാൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അലക്സയെ കൊണ്ട് പാട്ട് പ്ലേ ചെയ്യിച്ച് ഡാൻസ് ഒക്കെ ആയിരുന്നു. ഞാൻ കുറച്ച് നേരം ഫോട്ടോസൊക്കെ സോർട്ട് ചെയ്ത് ഫോട്ടോസൊക്കെ കണ്ട് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നു. നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. 12 o'clock കട്ട് ചെയ്യാൻ ഒരു ആനിവേഴ്സറി കേക്ക് അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള മെമ്മറീസ് അല്ലേ, അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാമറ വിത്ത് ജിംബൽ ആൻഡ് ട്രൈപോഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 12 o'clock കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആനിവേഴ്സറി ഒക്കെ വിഷ് ചെയ്ത് കിടന്നിറങ്ങി.